നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് പലപ്പോഴും വിചാരിക്കുന്ന സമയത്ത് തന്നെ നടക്കണം എന്നില്ല. ഇന്നേ ദിവസം ഇത്തരത്തിൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുന്നത്. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ, ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 369 ആകുന്നു. രണ്ടാമത്തെ നമ്പർ 963 963 ആണ്. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 369 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. ധനം നൽകിയത് തിരികെ ലഭിക്കാത്തതായ സാഹചര്യമോ, ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമോ, ധനം കൈകളിൽ നിന്നും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്നതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചാലും ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. അത് ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും. തിരികെ കൊടുക്കാൻ പറ്റാത്തതായ സാഹചര്യം, അതായത് വാങ്ങിയതായ പണം തിരികെ കൊടുക്കാൻ സാധിക്കാത്തതായ അവസ്ഥയും തന്മൂലം അപമാനങ്ങളും നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ചില കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും അല്പമെങ്കിലും ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വായ്പാ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആഗ്രഹങ്ങൾ പലതുണ്ട് മനസ്സിൽ. എന്നാൽ അതിൽ ചിലതെങ്കിലും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചിലവ് പലപ്പോഴും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. വരുമാനം വളരെയധികം താഴ്ന്നു പോവുകയോ, അല്ലെങ്കിൽ ലഭിക്കുന്നതായ വരുമാനം പല കാര്യങ്ങൾക്കും തികയാത്തതായ സാഹചര്യമോ ഉണ്ട്. അതിനാൽ തന്നെ ആഗ്രഹങ്ങൾ പലപ്പോഴും നടത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ചില ആഗ്രഹങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. മനക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. മനസ്സിൽ ചിന്തിച്ചതായ ചില കാര്യങ്ങൾ അത് മനസ്സിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനാവശ്യമായ ഇത്തരം ചിന്തകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കുടുംബത്തിലുള്ള കലഹങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ വന്നു ചേരുന്നതായ കലഹങ്ങൾ, അത് നിങ്ങളുടെ മനസമാധാനം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ, അത് ഒഴിവാക്കണം എന്ന ആഗ്രഹത്തോടെ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹങ്ങൾ നടക്കില്ല എന്നതാണ് പലപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ കാര്യം. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതയില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് തെറ്റായ ചിന്തയാകുന്നു. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അല്പം കൂടി ക്ഷമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത്തരത്തിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. കുടുംബത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രവൃത്തി അത് എന്തു തന്നെയാണ് എങ്കിലും തിരിച്ചടിക്കാനുള്ള സാധ്യത പലപ്പോഴും കൂടുതലാകുന്നു. അതിനാൽ ശരിയായ രീതിയിലുള്ള ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം, അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ അനിവാര്യം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നല്ലത് ആഗ്രഹിച്ച് ചെയ്താലും ദോഷമാകുന്ന സാഹചര്യമുണ്ട്.
അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. 3 തവണ ആലോചിക്കാതെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും ഓർക്കുക. ബിസിനസ് പരമായി പെട്ടെന്ന് ലാഭം കുതിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ബിസിനസ് പരമായി ചില നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കും എന്ന് തന്നെയാണ് ഫലം. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കും. പല വ്യക്തികളുടെയും സഹായം ലഭിച്ചു എന്ന് വരാം. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാട്ടം പാടുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറായ 963 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഗുണകരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ചില ആഗ്രഹങ്ങൾ അത് പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ പലതുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ഈ സമയം നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. പെട്ടെന്ന് തന്നെ അത്തരം മാറ്റങ്ങൾ വന്നു ചേരണം എന്നില്ല. എന്നാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. രാഷ്ട്രീയപരവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ് പരമായി ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ് പരമായ ഉയർച്ചയാണ് വന്നു ചേരുക. വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നേരായ വഴിയിലൂടെ ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. കൂടാതെ ശത്രുദോഷം ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്നതായ പല ശത്രുക്കളെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അവരുമായി ബന്ധപ്പെട്ട ആ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടും ശത്രുദോഷവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകാം. ശത്രുദോഷത്താൽ ആഗ്രഹങ്ങൾ അല്പം നീണ്ടു പോകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ വേണ്ടതാകുന്നു. ചില വ്യക്തികളുടെ സഹായം ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരാവുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അഭീഷ്ട നേട്ടങ്ങൾ ജീവിതത്തിൽ അല്പം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായ ഉയർച്ച തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിങ്ങൾ ചിന്തിച്ച് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായുള്ള നേട്ടങ്ങൾ, ബിസിനസ് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ധനപരമായ ഉയർച്ചയാണ് വന്നു ചേരുക. പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ
അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വർദ്ധിക്കുകയും പോസിറ്റീവായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾക്ക് അല്പം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. കുടുംബത്തിൽ തന്നെ സൗഖ്യം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ തർക്കങ്ങൾ പരിഹരിച്ചു തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നടക്കില്ല എന്ന് വിചാരിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. എന്നാൽ നടക്കും എന്ന ശുഭപ്രതീക്ഷകളോടെ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. വീട്, സ്ഥലം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ഇഷ്ടദേവതയെ പൂർണ്ണമായും വിശ്വസിച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോവുക.